എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ വയലറ്റിന്റെ അടുത്ത് അവന്റെ ബോസ് പറയാണ് ആനിയ ഗോൾഡൻ സ്റ്റാർസ് കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ട കാര്യം നേടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വയലറ്റ് അവന്റെ മനസ്സാലോചിക്കുകയാണ്, ഇല്ല അവളെ കൊണ്ട് ബ്ലാക്ക് മാർക്ക് മാത്രമേ നേടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബോസ് വയലറ്റിനോട് പറയുന്നുണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ടൗൺ ഹാളിൽ നിന്ന് ആളെല്ലാം പറഞ്ഞിരുന്നുണ്ട്. അവിടുന്ന് കട്ടി ടൗൺ ഹാളിലത്തെ കാര്യങ്ങൾ കാണിക്കുക. ടൗൺ ഹാളിൽ ഒരാളെ പോലീസ് ഒന്ന് പിടിക്കുന്നുണ്ട്, നിങ്ങൾ സ്പൈ ഓൺ ചെറിയ ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞാണ് അയാളെ പിടിക്കുന്നത് പോലീസ് വന്നിട്ട്. അവിടുന്ന് കട്ടിയത് യൂറിന്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂറിന്റെ ഫ്രണ്ട്സ് യൂറിനെ പറയുന്നുണ്ട്, ഇവിടുത്തെ മാനേജറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ സ്പൈ ആണെന്ന് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോഴാണ് യൂർ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതുപോലെ അവളുടെ അനിയൻ രാത്രി കാണാൻ വരുന്നുണ്ടെന്നും അവനോട് ഇവൾ കല്യാണം കഴിച്ച് കാര്യം പറഞ്ഞിട്ടില്ലെന്നും അവൾ ഓർക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആ മാനേജറിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. താങ്കളുടെ സ്പൈ ആണെന്ന് ഡൗട്ട് ഉണ്ട്, അപ്പോൾ താങ്കളുടെ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് കാര്യം എളുപ്പമാക്കായിരുന്നു. അപ്പോഴാണെങ്കിൽ മാനേജർ പറയുന്നുണ്ട്, ഇല്ല ഞാൻ സ്പൈ അല്ല, ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് പറയാണ്. അപ്പോഴാണ് പോലീസുകാരെ വലിച്ചോന്ന സിഗരറ്റ് അയാളുടെ കയ്യിൽ വെച്ചിട്ട് പറയാണ്, നീ ഞാൻ സത്യമാണ് നിനക്ക് നല്ലത്, തൽക്കാലത്തേക്ക് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരനെ ഒരു പോലീസിനെ വിളിക്കുന്നുണ്ട്. അവൻ ആരാന്ന് വെച്ചാൽ അവനാണ് യൂറിന്റെ ചേട്ടൻ, അവൻ ഒരു പോലീസാണ്, യൂറിന്റെ അനിയൻ. അപ്പോഴവൻ പെട്ടെന്നിട്ട് പറയുന്നുണ്ട്, എടാ നീയായിട്ട് പെട്ടെന്ന് സഹകരിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം എളുപ്പമാകും. കാര്യം എന്റെ ചേച്ചി ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അവളെ കണ്ടിട്ട് കുറെ വർഷമായതുകൊണ്ടും ഇന്ന് രാത്രി ഞാൻ അവളെ കാണാൻ പോവുകയാണ്. അപ്പൊ നീയായിട്ട് സഹകരിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോകാനും പറ്റും, നിനക്ക് പെട്ടെന്ന് ഉത്തരം മനസ്സിലാക്കും പോകാനും പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത്, എനിക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് അവൻ. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആനിയെ TV കാണുന്ന ഒരു ഷോ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ എന്ത് കണ്ടോ അതാണ് അവിടെ കാണുന്നത്. നീ ഇപ്പൊ എന്തൊക്കെ ചെയ്താലും ഞാൻ സത്യം പറയില്ലടാ എന്ന് TVയിലെത്ത അയാൾ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വയലറ്റ് അവന്റെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഈ കാണിയത് ഇൻട്രസ്റ്റ് അവൾ പഠിക്കുന്ന രീതി കാണിച്ചിരുന്നെങ്കിൽ എത്ര സ്റ്റാർസ് വാരി കൂട്ടാമായിരുന്നു. അപ്പോൾ ആനിയ വയലറ്റിനോട് ചോദിക്കുന്നുണ്ട്, ഹിറ്റ്മാന്റെ ഗണ്ണിൽ എത്ര ബുള്ളറ്റ് ഉണ്ട്? അപ്പോൾ വയലറ്റ് പറയുന്നുണ്ട് 8 ബുള്ളറ്റ്സ് ആണ് ഉള്ളത്. അപ്പം ആനിയ പറയുന്നുണ്ട്, അപ്പോൾ 8x2 2 സെറ്റ് ബുള്ളറ്റ് അവന്റെ കയ്യിലുണ്ടല്ലേ. ഇത്രയ്ക്ക് ബുദ്ധിയൊക്കെ ആനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ യൂറ് ഓടി വന്നിട്ട് പറയുന്നത്, അയ്യോ ഒരു പ്രശ്നമുണ്ട്, എന്റെ ചേട്ടൻ എന്റെ അനിയൻ യൂറ് ഇവിടെ വരുന്നുണ്ട്, അവനാണെങ്കിൽ കാര്യമൊന്നും അറിഞ്ഞുകൂടാ, നമ്മൾ കെട്ടിയ കാര്യം. സോ ഇന്ന് അവൻ കാണാൻ വരുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ടോടെ ഞാൻ അറിഞ്ഞു, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് വയലറ്റിനോട് യൂറ് പറയുന്നുണ്ട്. ഇത് ഞാൻ മുൻകൂട്ടി തന്നെ കണ്ടിട്ടുണ്ടെന്ന് യൂറിനോട് വയലറ്റ് പറയുന്നുണ്ട്. അങ്കിൾ എപ്പോൾ വരും? അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, മോളെ അവൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ആനിയ പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് യൂറിനെ കാണിക്കുകയാണ്. യൂറിയാണെങ്കിൽ അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും എന്റെ ചേച്ചി കല്യാണം കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാത്തത് എന്നും പറഞ്ഞ് അവ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറുപ്പത്തിൽ യൂറ് കെട്ടിപ്പിടിച്ചത് കാരണം അവന് ഫ്രാക്ചറായി പെട്ടെന്ന് വേദന എടുക്കുന്ന അവന്. ഇനി എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഒരു ടോർച്ചർ ചെയ്യുന്ന ഒരു സൈക്കോ ആണോ, അതോ ഇനി അവൾ നന്നായിട്ട് നോക്കുന്നുണ്ടോ, അവളെ ടോർച്ചർ ചെയ്യുകയാണോ എന്നും പറഞ്ഞിട്ട് അവൻ പറയാണ്, ഇൻ കേസ് എന്റെ ചേച്ചിനെ കഷ്ടപ്പെടുത്തുന്ന ഒരുത്തനാണെങ്കിൽ ആരത് നോക്കൂല, ഞാൻ കൊന്നിരിക്കും എന്ന് യൂറി അവിടെ പറയുന്നുണ്ട്. വീണ്ടും ഫ്രണ്ട് വന്നതിന് ശേഷം അവനെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനെ ടോർച്ചർ ചെയ്താലോ എന്ന് യൂറി ആണെങ്കിൽ വയലറ്റിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അല്ല വേണ്ട ഞാനൊരു സീക്രട്ട് ഓഫീസർ അല്ലേ, എന്നെ പറ്റി ആരും ഒന്നും അറിയാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവിടെ കട്ട് ചെയ്ത് യൂറിനെയും പിന്നെ വയലറ്റിനെയും കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ കോളിംഗ് ബെൽ അടിക്കുകയാണ് അവൻ വന്നിട്ട്. അപ്പോൾ വയലറ്റിന്റെ മനസ്സിൽ ഒന്നാമതൊരു കാര്യം ഉണ്ടായിരുന്നു, എന്താന്ന് വെച്ചാൽ വരുന്നവൻ ഏവനായാലും അവന്റെ ഫ്രണ്ടിൽ ഒരു ജെന്റിൽമാനെ നിൽക്കണം. കാര്യം എനിക്കൊരു ഫാമിലി ഉണ്ട്, ഈ ഫാമിലി ഒരിക്കലും തുലയ്ക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് യൂറിനെ അവൻ കാണുന്നത്. അപ്പോൾ യൂറി അങ്ങോട്ട് വയലറ്റിനെ കണ്ടിട്ടും വയലറ്റ് യൂറിനെ കണ്ടിട്ടും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ഞാൻ വിചാരിച്ച അത്ര വേർത്തല്ല ഇവൻ. അപ്പോൾ യൂറിന് ഫുഡ് ഉണ്ടാക്കാറുണ്ടാത്തതുകൊണ്ട് തന്നെ വയലറ്റ് പറയുന്നുണ്ട്, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ യൂറി അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇവൻ ഉണ്ടാക്കുന്ന ഫുഡിനെ ഒരിക്കലും കഴിക്കില്ല. അപ്പോൾ യൂറ് പറയാണ്, നീ ഭയങ്കര ടയേർഡ് ആണല്ലോ, എന്റെ വീട് ഭയങ്കര റിലാക്സ്ഫുൾ ആണ്, നീ പോയി എവിടെയെങ്കിലും പോയി റിലാക്സ് ചെയ്യാൻ വേണ്ടി യൂറിനോട് പറയുന്നുണ്ട്. അപ്പോൾ യൂറി ആണെങ്കിൽ യൂറിനോട് ചോദിക്കുന്നുണ്ട്, നീ കല്യാണം കഴിച്ചിട്ട് 1 വർഷം ആയല്ലേ, എന്തുകൊണ്ട് നിന്റെ അടുത്ത് പറഞ്ഞില്ല നീ കല്യാണം കഴിച്ചു? കുക്കാൻ പോയ വയലറ്റ് ഇതെല്ലാം കേട്ടിട്ട് അവന്റെ മനസ്സിൽ പറയുന്നുണ്ട്, അവൻ പറഞ്ഞതും കറക്റ്റ് ആണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വയലറ്റ് യൂറിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തായാലും നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ ഇതുപോലെ നീ കല്യാണം കഴിച്ച കാര്യം പോകുന്നോണ്ട് നീ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ യൂറ് പറയുന്നുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അവൻ സങ്കടപ്പെടും, നിന്നെ പറ്റി ഡൗട്ട് അടിക്കും. എന്താന്ന് വെച്ചാൽ താങ്കൾ ഭയങ്കര ടോക്സിക് ആണെന്നും താങ്കൾ എന്തിനോട് എന്നെ കെട്ടിയെന്നൊക്കെ പറഞ്ഞ് അവൻ ഓർത്തിങ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറയാത്തത്. സോ അവന്റെ കണ്ണിൽ നമ്മൾ പ്രേമിച്ചവനെ കെട്ടിയെന്ന് തോന്നണം. അതുകൊണ്ട് തന്നെ എന്ത് റിപ്ലൈ പറയണമെന്ന് എനിക്കറിയാം. അവിടുന്ന് കട്ടിയത് പ്രസന്റിലെ യൂറ് ആണെങ്കിൽ യൂറിനോട് പറയുന്നുണ്ട്, അയ്യോ അത് ഞാൻ മറന്നുപോയിന്ന് പറയാണ്. ഇത് കേട്ട വയലറ്റ് ആലോചിക്കുകയാണ്, അയ്യേ ഇതായിരുന്നു ആ വലിയ പ്ലാൻ. ഇവനാണെങ്കിൽ പച്ചവെള്ളത്തിൽ തൊടാതെ ആ പറഞ്ഞ കള്ളം വിശ്വസിക്കുകയും ചെയ്യുകയാണ് യൂറി. ഇവനാണെങ്കിൽ പറയണ ഓരോ കള്ളം വിശ്വസിക്കുകയും ചെയ്യാണ്. ഇവളാണെങ്കിൽ സിമ്പിളായിട്ട് അവനെ പൊട്ടനാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് വയലറ്റ് അവന്റെ മനസ്സിൽ ആലോചിച്ചതിന് ശേഷം വയലറ്റ് ഒരു ഫുഡ് ഉണ്ടാക്കിയതിനു ശേഷം യൂറിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. യൂറി അത് ടേസ്റ്റ് ചെയ്തതിനു ശേഷം സ്വയം മറന്ന് അത് മൊത്തം കഴിക്കണം. കാര്യം അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു യൂറിക്ക് ആ ഫുഡ്. ഈ ഫുഡ് നീ ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞ് മാത്രം ഞാൻ മയങ്ങില്ലടാ എന്ന് യൂറി അവന്റെ മനസ്സിൽ ആലോചിക്കും. വയലറ്റ് ആണെങ്കിൽ അവന് വേണ്ടി ഇഷ്ടംപോലെ കാര്യം ചെയ്തു കൊടുക്കുകയാണ്, ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കി ഫ്രണ്ടിൽ കൊടുക്കുകയാണ്. അപ്പൊ യൂറി ആണെങ്കിൽ വയലറ്റിന് കൊടുക്കുന്നുണ്ട്, ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു വൈൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വൈൻ കൊടുക്കുകയാണ്. അപ്പൊ വയലറ്റ് ആണെങ്കിൽ ഒരു കപ്പിൽ ആ വൈൻ ഒഴിച്ചതിന് ശേഷം യൂറിന് കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. അപ്പൊ യൂറിന്റെ അടുത്ത് വയലറ്റ് പറയുന്നുണ്ട്, നിനക്കറിയാലോ ആൽക്കഹോൾ കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് അവക്ക് വാട്ടറും കൊടുത്തിട്ട് അവൻ വൈന് കുടിക്കുകയാണ്. അപ്പൊ യൂറി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ
ലവ് സ്റ്റോറി എന്ന് പറയാവോ? അപ്പോൾ വയലറ്റ് അവനെ മനസ്സാലോചിക്കുന്നുണ്ട്, ഈ കാര്യം ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഇവളെ വായിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോട് മാറിയിട്ട് മൊത്തം പ്രശ്നവും, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ മാനേജ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് വയലറ്റ് അവന്റെ മനസ്സിൽ. അപ്പോൾ വയലറ്റ് പറയുന്നുണ്ട്, അത് എന്താന്ന് വെച്ചാൽ ഒരു ടൈലർ ഷോപ്പിൽ വെച്ചാണ് ഞാൻ ഇവളെ കാണുന്നതും ഇവൾ എന്നെ കാണുന്നതും. നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചേർച്ചയാണെന്ന്. പിന്നെ കുറെ സംസാരിച്ചു, കുറെ മീറ്റ് ചെയ്തു, അവസാനം കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ നല്ല ബന്ധമാണെന്ന് മനസ്സിലായി, അങ്ങനെ കല്യാണം കഴിച്ചു. അപ്പോൾ യൂറി തിരിച്ച് ഇൻവെസ്റ്റിഗേഷൻ പോലെ വയലറ്റിനോട് ചോദിക്കുന്നുണ്ട്, ഏത് കഫേയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ വിളിക്കുന്നത്, ഇവളെ നന്നായിട്ടാണ് നോക്കുന്നത്, ഇവളെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ വയലറ്റിനോട് അവൻ ചോദിക്കുകയാണ്. അപ്പോൾ യൂറി അവനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തൊക്കെ ചോദ്യമാണ് ചോദിക്കുന്നത്? അപ്പോൾ യൂറി പറയാണോ, അപ്പോൾ നീ അവനെ ചെല്ലോ എന്നാണ് വിളിക്കുന്നത്, അപ്പോൾ നീ ലവ് എന്നാണ് വിളിക്കുന്നത്, എന്തടി നീ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വൈൻ ഫുൾ അവൻ കുടിച്ചിട്ട് അവൻ ഫിറ്റ് ആവുകയാണ്. അപ്പോഴാണെങ്കിൽ യൂറി പറയുന്നുണ്ട്, എടാ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഞാൻ ലോയർ എന്നാണ് വിളിക്കുന്നത് എന്ന് യൂറിയോട് പറയുന്നുണ്ട്. ഇവൻ നല്ല ഹാൻസം ആണ്, പിന്നെ നല്ല ജെന്റിൽമാൻ ആണ്, പിന്നെ ഒരു ഡോക്ടറും കൂടെയാണ്. ഇവളാണല്ലോ ഇവനെ പ്രേമിച്ചാൻ പറഞ്ഞിട്ട് അവിടെ വൈൻ ഫുള്ളും കുടിച്ചതിന് ശേഷം അവിടെ കിടന്ന് അലറുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയുന്നുണ്ട്, എടാ ഒന്ന് ഇരിയാടാന്ന് പറയുമ്പോൾ അവനോട് ഇരുന്നതിന് ശേഷം നീ എന്തോ ആവശ്യത്തിന് വേണ്ടി വെളിയിൽ എവിടെയോ പോയിരുന്നല്ലോ, അതെന്താണെന്ന് ചോദിക്കുകയാണ് അവനോട്. അപ്പോൾ യൂറി പറയുന്നുണ്ട്, ആ സ്ഥലം ഭയങ്കര കിടിലമാണ്, അത് ലണ്ടനിലത്തെ ഒരു കിടിലം സ്ഥലമാണ്, അപ്പോൾ അവിടെ ഒരു കഫേസ് ഒക്കെ ഉണ്ട്, ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണെന്ന് പറയുന്നു. അപ്പോൾ വയലറ്റ് യൂറിനോട് ചോദിക്കുന്നുണ്ട് ഒരു ഡൗട്ട് അടിച്ചിട്ട്, അല്ല അവിടെ ഒരു കഫേ ഉണ്ടല്ലോ, ഒരു ഈസ്റ്റേൺ കഫേ, ആ കഫേയിലാണ് ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ എപ്പോഴും പൊക്കോണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ് വയലറ്റ് യൂറിനോട്. ആ കഫേ അല്ലേ, അത് മിസ്റ്റർ എഡ്വേർഡ് ആണ് ഇപ്പോഴും നോക്കി നടത്തുന്നത്. പിന്നെ അപ്പോൾ വയലറ്റ് അവരോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ വൈനും നീ എവിടെ നിന്നാണോ വാങ്ങിച്ചത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ. ഈ വൈനിന് എത്ര രൂപയായെന്ന് വയലറ്റ് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂറി പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു $2000 ആയി, പിന്നെ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അവൻ ഫിറ്റ് ആയിട്ട്. അപ്പോൾ വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇവൻ പറയുന്നതെല്ലാം കള്ളമാണ്, മിസ്റ്റർ എഡ്വേർഡ് മരിച്ചിട്ട് 2 വർഷത്തിൽ കൂടുതലായി, ഇപ്പോൾ ആ കട നടത്തുന്നത് മിസ്റ്റർ എഡ്വേർഡിന്റെ മോനാണ്, പിന്നെ ഈ വൈനിന്റെ പ്രൈസ് അത് $2000 അല്ല, അത് $3000 ആണ്, പിന്നെ ഇവൻ പോയ സ്ഥലം ലണ്ടനിലത്തെ ആ സ്പെഷ്യൽ സ്ഥലം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എല്ലാം കൂടെ വെച്ച് ലീഡ് പിടിക്കുമ്പോൾ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ വൈസിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള കോർപ്പിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്, എനിക്കിപ്പോൾ തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവൻ ഇന്റലിജന്റ് ആയിട്ടുള്ള മൈൻഡിൽ അവൻ കണ്ടെത്തുകയാണ് ഇവൻ പോലീസ് ഓഫീസർ ആണെന്നും ഇവന്റെ ഏറ്റവും വലിയ എനിമീന്റെ ടീമിലാണ് ഇവൻ ഉള്ളതെന്നും ഇവൻ മനസ്സിലാക്കുകയാണ്. വയലറ്റ് അവൻ മനസ്സിലാലോചിക്കുകയാണ്, വേണ്ട രീതിയിൽ അവനെ ഉപയോഗിക്കുകയാണെങ്കിൽ വേണ്ടപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവന് വെച്ച് തന്നെ കിട്ടും. എന്റെ വിചാരം എന്താന്ന് വെച്ചാൽ ഇവൻ അറിഞ്ഞൂടാ, ഇവക്കാരുടെ ഒരു പോലീസ് ആണെന്ന്. അപ്പോൾ കുടിച്ച് ബോധം പോയ യൂറിയാണെങ്കിൽ എണീറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളെ കല്യാണം സമ്മതിച്ചിട്ടില്ല, കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ അയ്യോ എന്താണ് ചേച്ചി നേരത്തെ വരാത്ത എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടിരിക്കുമ്പം അവിടെ യൂറി രക്തത്തോടെ വരുന്നുണ്ട്. എടാ അതൊന്നും ഇല്ലടാ, നിനക്ക് വേണ്ട സാധനം, നിനക്ക് വേണ്ട എൻസൈക്ലോപീഡിയ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് എന്ന് യൂറിനോട് പറയുന്നുണ്ട്. അപ്പോഴെങ്കിൽ യൂറി അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്, അയ്യോ എനിക്ക് വേണ്ടി രക്തം വരെ കളഞ്ഞിട്ട് അവള് എനിക്ക് വേണ്ട സാധനം വാങ്ങിച്ചോണ്ട് വന്നു എന്നും പറഞ്ഞിട്ട് ആ ബുക്ക് അവന് കൊടുക്കുകയാണ്. അവള് അവിടുന്ന് കട്ടിയത് പ്രസന്റ് കാണിക്കുന്നത്. പ്രസന്റിൽ യൂറി ആണെങ്കിൽ യൂറിനോട് വയലിനോട് പറയുന്നുണ്ട്, എടാ എനിക്കൊന്നും അറിയണ്ട, കാര്യം എന്താ വെച്ചാൽ എന്റെ ചേച്ചിയാണ് എന്നെ വളർത്തിയത്, കാര്യം ചെറുപ്പം തന്നെ എന്റെ അച്ഛനമ്മ മരിച്ചുകൊണ്ട് എന്റെ ചേച്ചിയാണ് എനിക്കുള്ള ആകെ ലോകം, അവൾ നീ നന്നായിട്ട് നോക്കും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ സമ്മതിക്കില്ല, അവൾ എന്റെ ആകെ ലോകമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഷോ ഉണ്ടാക്കിയാണ്. വയലറ്റ് പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും ഇൻ കേസ് എന്റെ ജീവൻ പോയെന്ന് അറിഞ്ഞാൽ പോലും ഞാൻ ഒരിക്കലും യൂറിനെ ഒറ്റയ്ക്ക് വിടില്ല, അവൾ എന്റെ ജീവൻ കളഞ്ഞെന്നെ രക്ഷിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് വയലറ്റ് അവിടെ യൂറിനെ പറ്റി പറയുന്നുണ്ട്. യൂറാണെങ്കിൽ ഭയങ്കര അഭിമാനത്തോടെ സങ്കടത്തോടെ അവനെ നോക്കിയാണ്, എന്തോന്നല്ലേ രക്ഷപ്പെടുത്തുന്നു, ജീവൻ പോയവര് രക്ഷപ്പെടുത്തുന്നു, ഇവൻ വല്ല സൂപ്പർ ഹീറോ ആണോ എന്ന് പറഞ്ഞതിന് ശേഷം യൂറി അവിടെ ഒരു ഷോ ഉണ്ടാക്കിയാണ് എണീറ്റിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബോധം കേട്ടിട്ട് അവൻ എന്തൊക്കെയോ എണീച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ യൂറി പറയാണ്, എന്തൊക്കെ പറ്റിയാലും ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുടിച്ച് ഫിറ്റ് ആയിട്ട് യൂറി അവിടെ ഷോ കാണിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ യൂറി പറയുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാടാ പറയുന്നത്? അപ്പോഴാണെങ്കിൽ യൂറി അവന്റെ കൈ തട്ടിയിട്ട് അവിടെ വെള്ളം കമുത്തുകയാണ് ഗ്ലാസ്സിൽ നിന്ന്. അപ്പോഴാണെങ്കിൽ വയലറ്റും യൂറും ചേർന്നതിന് ശേഷം ആ വെള്ളം തുടങ്ങും. പെട്ടെന്ന് അവരെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാണ് അറിയാതെ. അപ്പോൾ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നാണം കുടുങ്ങുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, എന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ തട്ടുമ്പോൾ നാണം കൊടുക്കുന്നത്, നിങ്ങൾ പ്രൂവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയുന്നുണ്ട്, അത് രജിസ്റ്റർ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കാണിച്ചാൽ മതിയാവോ എന്ന് വയലറ്റ് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, ഇല്ല നിങ്ങൾ ഇപ്പൊ തന്നെ കിസ് ചെയ്യുന്നു പറയാണ് യൂറി അവരോട്. വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്, മിഷന് വേണ്ടി എന്ത് ചെയ്താലേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് വയലറ്റ് ആണെങ്കിൽ അവളെ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അവളാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്, അയ്യോ എന്താണിത്? അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്, നമ്മൾ എപ്പോഴും കിസ് ചെയ്യണമല്ലേ എന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യാൻ പോകുന്ന കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് എൻഡ് ആവുന്നത്. സോ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? ഞാനാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6 മന്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോക്കകത്ത് തന്നെ പല പാർട്സ് പല മാസത്തിൽ റെക്കോർഡ് ചെയ്താണ്. സ്റ്റാർട്ടിങ്ങിൽ കേട്ടത് ചിലപ്പോൾ 2-3 മാസങ്ങൾക്ക് മുമ്പത്തെ ആയിരിക്കും, സെൻട്രലിൽ കേട്ടതൊക്കെ എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്തതായിരിക്കും. പക്ഷെ ഇന്നാണ് റെക്കോർഡിംഗ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ മൊത്തത്തിൽ ഭയങ്കര ബിസി ആയിപ്പോയി, പിന്നെ +2 എക്സാം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞാണ് ഞാൻ ഒന്ന് ഫ്രീ ആയത്. ഇനി എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ കാണുന്നതായിരിക്കും. എന്റെ ആദ്യത്തെ ഇപ്പോഴത്തെ എയിം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്പൈക്സ് ഫാമിലി എൻഡ് ചെയ്യണമെന്നാണ്. കാര്യം ഇതിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഇപ്പൊ കറന്റ്ലി എന്റെ ഈ ചാനലുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട, പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
ചാനൽ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.